ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഞങ്ങൾ വോൾ ടൈലും ഫ്ലോർ ടൈലും കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്തൊരു വിഷയമുണ്ട്. നമ്മൾ എപ്പോഴും ബാത്റൂമിന്റെ വോൾ ടൈൽ മാത്രം ചിപ്പ് ചെയ്തിട്ട് ടൈൽ ഒട്ടിക്കാൻ നിൽക്കരുത്. ടൈല് മാത്രം ഇളക്കിയ ഒരു പ്ലേസ് ആണിത്. ഇവിടെ ഞങ്ങൾ അതിന്റെ സിമെന്റ് ഇളക്കിയ ഭാഗമാണ്. നമ്മൾ ഈ രീതിയിൽ തന്നെ ചെയ്യണം. ഈ രീതി ചെയ്തിട്ട് വീണ്ടും അതിനെ പ്രോപ്പറായിട്ട് റീപ്ലാസ്റ്റർ ചെയ്യണം. നമ്മൾ ഇതിനെ ടൈൽ ഇളക്കുമ്പോൾ തന്നെ പല ഭാഗത്തായിട്ടും കുഴിയൊക്കെ വരും. ഇങ്ങനെ കുഴികൾ, ചെറിയ ചെറിയ കുഴിയും ഡാമേജ് ഒക്കെ വരും. മാത്രമല്ല നമ്മൾ ഈ മെഷീനിലാണെന്നുള്ള ഈ ടൈലിനെ കട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം ഈ എക്സിസ്റ്റിംഗ് പ്ലാസ്റ്ററിനകത്തും ഇങ്ങനെയുള്ള ക്രാക്ക് ഒക്കെ വന്ന് വരും. നമ്മൾ എപ്പോഴും ബാത്റൂമിന്റെ വോൾ ടൈൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിന്റെ കൺസീൽഡ് പൈപ്പ് ലൈനും കൂടെ ചേഞ്ച് ചെയ്യണം. കാരണം എന്താണ്, ഇതുപോലത്തെ പൈപ്പ് ലൈൻ എല്ലാം കൺസീൽഡ് വഴി പോയിട്ടുണ്ട്. നമ്മൾ അറിയാതെ തന്നെ ഇതിനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ലൈനെല്ലാം ഡാമേജ് ആവാൻ ചാൻസസ് കൂടുതലാണ്. ഇതിനൊക്കെ കുറച്ച് എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസ് നമുക്ക് ഇപ്പോൾ ആവുകയാണെങ്കിലും ഭാവിയിൽ നമുക്ക് ഒരു വിഷയവും ഒരു പ്രശ്നവും ഒന്നും ഇല്ലാതെ തന്നെ സ്മാർട്ടായിട്ട് നമുക്ക് ഈ ബാത്റൂമിനെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ ടൈലിനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക, പ്ലാസ്റ്റർ ഉൾപ്പെടെ റിമൂവ് ചെയ്യുക. രണ്ടാമത് നമ്മൾ പ്രോപ്പറായിട്ട് റീപ്ലാസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് പ്ലംബിങ് ചെയ്യിക്കുക. അത് കഴിഞ്ഞ് എവിടെയൊക്കെ നമുക്ക് പ്രോപ്പർ ഇലക്ട്രിക്കൽ പോയിന്റ്സ് വേണോ അതെന്തൊക്കെ ചെയ്യാനുണ്ടോ അതെല്ലാം ചെയ്യുക. അത് കഴിഞ്ഞ് പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യുക. ഈ വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫുൾ വാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലോറും ഒരു 2 ഫീറ്റ് വരെ മാക്സിമം ചെയ്താൽ മാത്രം മതി. ഫുൾ വാൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ബിക്കോസ് നമുക്ക് ഇവിടെ നമ്മൾ എപ്പോഴും ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ വാട്ടർ പ്രൂഫിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം അത് ചെയ്യുന്ന പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല ഫ്ലോർ ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല ടൈൽ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ സ്ലോപ്പും പക്കയായിരിക്കണം. ഒരു കാരണവശാലും വെള്ളം ഫ്ലോറിൽ കിടക്കാൻ പാടില്ല. കൂടാതെ എപ്പോക്സിയും പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിരിക്കുക. വേറെ 1-2 കാര്യം ശ്രദ്ധിക്കാറുണ്ട്. പഴയ ക്ലോസറ്റിൻ്റെ സ്പേസ് ഒക്കെ ചിലപ്പം പൈപ്പിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ മാറി വരും. അപ്പോൾ നമ്മൾ ചിലപ്പം ഇങ്ങനെയൊക്കെ കംപ്ലൈൻറ്റ് കേൾക്കാറുണ്ട്. ബാത്റൂം റിനോവേഷൻ ചെയ്ത് കഴിഞ്ഞു, പക്ഷേ ഇപ്പം ക്ലോസറ്റിൻ്റെ ഹൈറ്റ് വ്യത്യാസം വന്നു. കാരണം നമ്മൾ ഓൾറെഡി നേരത്തെ ക്ലോസറ്റ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ബാത്റൂം റിനോവേഷൻ ചെയ്തതിന് ശേഷം ക്ലോസറ്റിൻ്റെ ഹൈറ്റ് വ്യത്യാസം ഉണ്ടെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ ബാത്റൂമിൻ്റെ ക്ലോസറ്റിൻ്റെ ഹൈറ്റ് ടൈല് പൊട്ടിക്കുന്നതിന് മുമ്പേ നമ്മൾ മെഷർ ചെയ്ത് മനസ്സിലാക്കി വെച്ചേക്കണം. ഇത് തിരിച്ച് നമ്മൾ ടൈൽ ഒട്ടിക്കുമ്പോൾ ആ മെഷർമെൻറ്റിൽ തന്നെ ആണോ വർക്ക് ചെയ്യുന്നുള്ളത് ചെക്ക് ചെയ്തോണം. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മളൊരു ബാത്റൂം റിനോവേഷൻ ചെയ്യുന്നതിന് മുമ്പേ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടേ നമ്മൾ ബാത്റൂം റിനോവേറ്റ് ചെയ്യാവൂ. ഫ്ലോർ ടൈൽ ചേഞ്ച് ചെയ്യുമ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എപ്പോഴും നമ്മൾ ഫ്ലോറിൽ നിന്ന് ഒരു 30 സെൻറ്റിമീറ്ററോ 40 സെൻറ്റിമീറ്റർ ടൈല് കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്ലോർ ടൈല് മാത്രം ചേഞ്ച് ചെയ്യരുത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു 40 സെൻറ്റിമീറ്ററും കൂടെ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ടൈൽ ഫിക്സ് ചെയ്യാനായിട്ട്. ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലിന് മാക്സിമം ആൻറ്റി സ്കിഡാണ്. വളരെ ഗ്രിപ്പുള്ളൊരു ടൈലാണ്. കാരണം ഈ ബാത്റൂം ഉപയോഗിക്കുന്ന ഈ വീട്ടിലെ വളരെ പ്രായമുള്ളവരാണ് ഈ ബാത്റൂം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ഗ്രിപ്പുള്ള ടൈലാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഈ എക്സിസ്റ്റിംഗ് ടൈലുമായിട്ട് മാക്സിമം മാച്ചിങ് ടൈലാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ടൈൽ ഒട്ടിക്കുമ്പോൾ സമയത്ത് നമ്മൾ സിമെൻറ്റ് കുറച്ചുകൊണ്ട് ടൈൽ അഡസീവ് മാക്സിമം ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചാൽ അത് ഏതൊക്കെ കണ്ടീഷനിൽ നമുക്കത് പ്രയോജനം ചെയ്യും. നമ്മൾ ഈ ടൈൽ ഫിക്സ് ചെയ്യുമ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് മിനിമം 3 mm തന്നെ കൊടുത്തു പോകണം. 3 mm സ്പേസ് കൊടുത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് എപ്പോക്സി ഫില്ല് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. സൈഡിൽ ടൈൽ വരുന്നത് കൊണ്ടും അതും ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. മാത്രമല്ല വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ പഴയ ടൈല് ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ കൊണ്ട് പുതിയ ടൈല് ജോയിൻ ചെയ്യുമ്പം പഴയ ടൈലിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പുതിയ ടൈല് ഫിക്സ് ചെയ്യുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് പ്ലേസ് ആവത്തില്ല. വീണ്ടും ആ വെള്ളം ആ സൈഡിൽ കൂടെ പിടിക്കാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എപ്പോഴും ഈ സൈഡിലെ ടൈൽ റിമൂവ് ചെയ്തിട്ട് ഈ ടൈല് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് അതിന് മുകളിലെ ടൈല് കൊണ്ട് ബാക്കി വോൾ ടൈൽ ഫിക്സ് ചെയ്യാവും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഫ്ലോർ ടൈൽ ഒട്ടിച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ വോൾ ടൈൽ ഒട്ടിക്കാവൂ. അന്നത്തെ ദിവസം മാത്രം ചെയ്യാൻ നിൽക്കരുത്.